ഇപ്പോൾ നിങ്ങളൊരു ബിസിനസ് ഓണറോ അല്ലെങ്കിൽ മാർക്കറ്റിങ്ങിൽ ജോലി ചെയ്യുന്നവരാണെങ്കിൽ എങ്ങനെയാലും നിങ്ങൾ കുറേ ലീഡ് ജനറേഷൻ ആഡും ക്യാമ്പയിൻസും ഒക്കെ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പം ആസ് എൻ ഏജൻസി ഓണർ ഒരു 160 ക്ലയൻസുമായിട്ടൊക്കെ വർക്ക് ചെയ്തതിന് ശേഷം എനിക്ക് മനസ്സിലാക്കിയിരിക്കുന്നത് ഈ ലീഡ് മാനേജ്മെൻറ്റിനൊരു വലിയ പ്രശ്നമുണ്ട്. അതായത് എല്ലാവരും മെറ്റയിലും ഗൂഗിളിലൊക്കെ ആഡ് റൺ ചെയ്യും. എന്നിട്ട് ഒരു അടുത്ത ദിവസം ആകുമ്പം കുറേ ഒരു 10, 20, 30 ലീഡ് വന്നിട്ടുണ്ടായിരിക്കും. അത് ഡൗൺലോഡ് ചെയ്ത് നേരെ സെയിൽസ് ടീമിന് ഇട്ട് കൊടുക്കും. എന്നിട്ട് അവരൊരു എക്സൽ ഷീറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും, അതിൽ അപ്ഡേറ്റ് ചെയ്യും. റൈറ്റ്. അപ്പോൾ ഇതിനൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പർ ഒരു CRM സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നത് വളരെ കുറവായിട്ടുള്ള എമൗണ്ട് ഓഫ് ബിസിനസ്സുകളും സെയിൽസ് ടീമുമായിരിക്കും. CRM സോഫ്റ്റ്വെയർ എന്ന് വെച്ചാൽ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ് എന്നാണ് പറയുന്നത്. അതിന് ഒത്തിരി അഡ്വാൻറ്റേജസ് ഉണ്ട്. ഇപ്പം സോഹോ പോലത്തെ ടൂൾസ് ഉണ്ട്, ഹബ്സ്പോട്ട് ഉണ്ട്. ഇപ്പം ഞങ്ങളുടെ ബ്ലൂ സ്റ്റേക്കിനാണെങ്കിൽ ഞങ്ങൾക്ക് തന്നെ ബ്ലൂ ഫണൽ എന്ന് പറഞ്ഞൊരു CRM ഫുള്ളി എല്ലാ ഫംഗ്ഷനാലിറ്റിയുള്ള CRM നമ്മൾ തന്നെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ CRM ഉപയോഗിക്കുന്ന അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു മെറ്റ ആഡ് എന്ന് പറഞ്ഞാൽ ഒരു സോഴ്സാണ്, ലീഡ് സോഴ്സാണ്. അപ്പോൾ അതും നമ്മുടെ CRM ആയിട്ട് കണക്ട് ചെയ്താൽ അവിടുത്തെ ലീഡ്സ് എല്ലാം നമ്മുടെ CRM-ൽ ഓട്ടോമാറ്റിക്കലി വന്ന് സേവ് ആയി കിടക്കും. പിന്നെ നമുക്ക് വെബ്സൈറ്റിൽ കോൺടാക്ട് പേജ് ഉണ്ടായിരിക്കും. അപ്പോൾ അത് ഫില്ല് ചെയ്യുന്ന ഒരു നല്ല ഹോട്ട് ലീഡായിരിക്കും ശരിക്കും പറഞ്ഞത്. ഇപ്പം നിങ്ങളുടെ ബ്രാൻഡ് നിങ്ങൾ കുറേ ആഡൊക്കെ റൺ ചെയ്തു. അപ്പം നിങ്ങളൊരു സ്റ്റഡി അബ്രോഡ് ഏജൻസി ആണെങ്കിൽ നിങ്ങളുടെ കുറേ ആഡും എല്ലാം മെറ്റ ആഡും എല്ലാം ചെയ്തു. റൈറ്റ്. അപ്പം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന് പറഞ്ഞു കൊടുത്തു, ഇങ്ങനത്തെ ഒരു സ്റ്റഡി അബ്രോഡ് ഏജൻസിയിൽ നിങ്ങൾ അവരെ ട്രൈ ഔട്ട് ചെയ്യാൻ പറഞ്ഞിട്ട് ഞാൻ വെബ്സൈറ്റ് അയച്ചു കൊടുത്തു. അപ്പോൾ ആ ഫ്രണ്ട് മോസ്റ്റ്ലി നമ്മുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് ഒന്നെങ്കിൽ ഫോൺ വിളിക്കും നമ്മളെ ഡയറക്റ്റ്, അല്ലെങ്കിൽ ആ കോൺടാക്ട് ഫോം ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യും. അല്ലേ? ആ അപ്ലൈ ചെയ്യുന്ന ഒരു ലീഡ് എന്ന് വെച്ചാൽ ഭയങ്കര വാമായിട്ടുള്ള ലീഡായിരിക്കും. റൈറ്റ്. ബിക്കോസ് അതൊരു ആഡ് കണ്ടിട്ട് ഫില്ല് ചെയ്യുന്നതല്ല, നമ്മളൊരു റെക്കമെൻഡേഷൻ വഴിയോ നമ്മുടെ ബ്രാൻഡിനെ അറിഞ്ഞിട്ട് ഫില്ല് ചെയ്യുന്നത് ഇങ്ങോട്ട് ഇൻബൗണ്ട് ലീഡ് എന്ന് പറയും. അപ്പോൾ ആ ലീഡൊക്കെ ഒത്തിരി പേര് മിസ് ഔട്ട് ആവുന്നതായിട്ട് എനിക്ക് കാരണം എന്ന് വെച്ചാൽ മെറ്റ ആഡ്സ് വഴി വരുന്നത് മാത്രമേ ഉള്ളൂ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യുന്നുള്ളൂ. അപ്പം നിങ്ങളുടെ വെബ്സൈറ്റിലുള്ള കോൺടാക്ട് ഫോമും നമ്മുടെ CRM ആയിട്ട് ക്ലബ് ചെയ്ത് ഓട്ടോമാറ്റിക്കലി അതും ഇവിടെ തന്നെ വരും. പിന്നെ നിങ്ങളുടെ ഇൻസ്റ്റഗ്രാമിൽ ചിലവർ മെസ്സേജ് അയക്കും, ദിസ് ഈസ് മൈ നമ്പർ, കോൾ മീ എന്ന് പറഞ്ഞുകൊണ്ട് മേ ബി അങ്ങനെ അയക്കും. ചിലപ്പോൾ അത് നമ്മൾ ചെക്ക് ചെയ്യാത്തതുകൊണ്ട് അത് മിസ്സായി പോകും. റൈറ്റ്. അതും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. വാട്സാപ്പിൽ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ കുറേ പേര് റീച്ച് ഔട്ട് ചെയ്യുന്നുണ്ടായിരിക്കാം നിങ്ങളുടെ ഓട്ടോമേഷൻ വഴിയോ. അങ്ങനെ ആ ഡേറ്റയും നമുക്കിവിടെ കണക്ട് ചെയ്യാൻ പറ്റും. റൈറ്റ്. പിന്നെ നിങ്ങളുടെ സെയിൽസ്മെനോ അങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് വോക്കിൻസ് വരുന്നുണ്ടായിരിക്കും ഡയറക്റ്റ്, അല്ലെങ്കിൽ ഡയറക്റ്റ് ഫോൺ കോൾ വരുമ്പം ആ സെയിൽസ്മാന് നിങ്ങളുടെ CRM-ലോട്ട് ഡയറക്റ്റ് ആ ഡേറ്റ ആഡ് ചെയ്ത് വെക്കാൻ പറ്റും. റൈറ്റ്. അപ്പോൾ എല്ലാ സോഴ്സസിലും എല്ലാം കണക്ട് ചെയ്ത് കഴിയുമ്പം ഒറ്റൊരു ഡാറ്റാബേസിൽ എല്ലാം സ്റ്റോറായി കിടക്കും. റൈറ്റ്. അപ്പോൾ നിങ്ങൾ മെറ്റ ആഡ്സിന് ലക്ഷങ്ങൾ മുടക്കുന്നുണ്ടായിരിക്കും. അപ്പം ഒരു വർഷം മേ ബി 10-20 ലക്ഷം രൂപ നിങ്ങൾ മെറ്റ ആഡ്സിന് മുടക്കിയിട്ട് നിങ്ങൾ കുറേ ഗൂഗിൾ ഷീറ്റിലെല്ലാം അത് കണക്ട് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ യൂസ്ലെസ് ആയിട്ട് അടുത്തതിനും പുറകെ പോയിക്കൊണ്ടിരിക്കുക. റൈറ്റ്. അപ്പം നിങ്ങളുടെ CRM-ൽ ഇങ്ങനത്തെ എല്ലാ ഡേറ്റയും ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ബൾക്കായിട്ടൊരു ഇമെയിൽ ക്യാമ്പയിൻ തുടങ്ങണം. ഒറ്റ 2-3 ക്ലിക്കിൽ നമുക്ക് എല്ലാ ലീഡ്സിനും റീമാർക്കറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഒരു കസ്റ്റം ക്യാമ്പയിൻ തുടങ്ങണം മെറ്റ ആഡ്സിൽ. ആ മെറ്റ ആഡ്സിൽ നിന്ന് മാത്രം വന്നതല്ല, ഡയറക്റ്റ് കോൾ ചെയ്തതും കോൺടാക്ട് ഫോമിൽ വന്നവരും അവിടെ എല്ലാ ഡേറ്റയും ഉണ്ട്. അത് വെച്ചിട്ട് നിങ്ങൾക്ക് കസ്റ്റം ക്യാമ്പയിനോ ലുക്കലൈക്ക് ക്യാമ്പയിനോ ഒക്കെ തുടങ്ങാൻ പറ്റും. റൈറ്റ്. അപ്പോൾ അങ്ങനെ ഒരു പിന്നെ നിങ്ങൾക്കൊരു ഇപ്പോൾ നിങ്ങൾ ഇച്ചിരി ഹയർ, ഇപ്പോൾ നിങ്ങൾ റിയൽ എസ്റ്റേറ്റ് പ്ലെയറാണ്. അപ്പം നിങ്ങൾക്ക് കഴിഞ്ഞ വർഷം ഒരു നല്ലൊരു ലീഡ് വന്നായിരുന്നു. അപ്പം ആ പുള്ളിയുടെ പേര് അതുൽ എന്ന് പറഞ്ഞൊരു പേരാണെന്നാണ് നിങ്ങൾക്ക് ഓർമ്മ. അപ്പം അതുലിൻ്റെ മേ ബി നിങ്ങൾക്ക് പേര് ഓർമ്മയില്ലായിരിക്കും. പുള്ളി വർക്ക് ചെയ്യുന്നത് ചിലപ്പം ഒരു ഇൻഫോസിസിലാണെന്ന് മാത്രം നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. റൈറ്റ്. അപ്പോൾ ആ പുള്ളിനെ തിരിച്ചൊന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങൾ CRM-ൽ പോയിട്ട് ഇൻഫോസിസിന് മാത്രം അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പം നിങ്ങൾ ആ ഒരു ഡേറ്റ അന്ന് എൻ്റർ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ അത് നമുക്ക് പിക്കൗട്ട് ചെയ്ത് ഒന്നുകൂടെ ഫോൺ വിളിക്കാം. റൈറ്റ്. അങ്ങനെ പണ്ടത്തെ ലീഡ്സിനെ നമുക്ക് റീആക്ടിവേറ്റ് ചെയ്യാനും സെർച്ചബിൾ ആവും. നമ്മുടെ CRM-ൽ ഒറ്റൊരു സെർച്ച് ബാറിൽ കണ്ടുപിടിക്കാൻ പറ്റും എല്ലാവരുടെയും ഡീറ്റെയിൽസും. അപ്പോൾ അതുലിനെ മേ ബി അതിൻ്റെ അടിയിൽ നമ്മൾ നോട്ട്സ് ഇട്ടിട്ടുണ്ടായിരിക്കാം. ഈ പുള്ളിനെ ആദ്യം വിളിച്ചപ്പോൾ പുള്ളി പറഞ്ഞു എബ്രോഡ് പോവാണ്, അപ്പം ഈ പുള്ളിക്ക് ഒരു പ്രൈസ് ഇഷ്യൂ ഉണ്ട്, ഈ പുള്ളി ഒരു മേ ബി വൈഫിനോട് ചോദിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനത്തെ നോട്ട്സ് എല്ലാം ഉണ്ട്. നമുക്ക് ഫോളോ അപ്പ് ചെയ്യുമ്പം ഹൈ സാർ എബ്രോഡ് പോയിട്ട് തിരിച്ച് വന്നായിരുന്നോ, ഇൻഫോസിസിൽ തന്നെയാണോ ജോലി ചെയ്യുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സെയിൽസ് ടീമിന് പറയാൻ പറ്റും. അതൊക്കെ കസ്റ്റമറിന് ഭയങ്കര സർപ്രൈസിങ് ആയിട്ട് തോന്നും. അപ്പം അങ്ങനത്തെ കാര്യത്തിലും CRM ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ അതിൻ്റെ കൂടെ നമുക്കൊരു ചൂടെ സെയിൽസ് ടീമിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. റൈറ്റ്. നമുക്ക് ഓരോ സെയിൽസ് ടീമിനും ഓരോ ഡാഷ്ബോർഡ് കൊടുത്തിട്ട് ഓരോ സ്റ്റേജസ് കാണിക്കാൻ പറ്റും. റൈറ്റ്. ഇപ്പം ഒരു ഇനീഷ്യൽ ലീഡാണ്, ആ ഇനീഷ്യൽ ലീഡിന് ഡീറ്റെയിൽസും കാര്യങ്ങളും ഷെയർ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഫോളോ അപ്പ് 1, ഫോളോ അപ്പ് 2, ഫോളോ അപ്പ് 3, അതിനുശേഷം പേയ്മെൻറ്റ് ലിങ്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്, പേയ്മെൻറ്റ് ഫോളോ അപ്പ് 1,
ടു, അത് കഴിഞ്ഞിട്ട് വെർബലി കൺഫേംഡ് ആയിട്ട് പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ, അത് കഴിഞ്ഞിട്ട് പേയ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ വോണിലോട്ട് മാറ്റാം, പോയി കഴിഞ്ഞാൽ ലോസിലോട്ട് മാറ്റാം. ഇങ്ങനത്തെ ഒരു ഒരു ഡ്രാഗ് ആൻഡ് ഡ്രോപ്പബിൾ ഒരു ലിസ്റ്റിനെയാണ് ഓപ്പർച്യൂണിറ്റീസ് ലിസ്റ്റ് എന്ന് സാധാരണ പറയുന്നത്. അപ്പോൾ അതൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഒരു കസ്റ്റമറിനെ പോലും ഫോളോ അപ്പ് ചെയ്യാതിരിക്കാൻ പറ്റും. മറന്നു പോകത്തില്ല സെയിൽസ് ടീം. ഫോളോ അപ്പ് ചെയ്യാത്തതുകൊണ്ടാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ മിക്ക സെയിൽസും നടക്കാതിരിക്കുന്നത്. കറക്റ്റ് സമയത്ത് ഫോളോ അപ്പ് ചെയ്യാതിരിക്കുക. കുറേ സെയിൽസ് ടീം കാണും നിങ്ങൾക്ക്, പക്ഷേ പ്രോപ്പറായിട്ടൊരു ഫോളോ അപ്പിന് വേണ്ടി ഗൂഗിൾ ഷീറ്റ് ഉപയോഗിച്ചാൽ എനിക്ക് തോന്നുന്നില്ല നടക്കുമെന്ന്. അതിനൊരു പ്രോപ്പർ CRM തന്നെ വേണം വിത്ത് ഇങ്ങനത്തെ ഒരു ലിസ്റ്റുള്ള. അതെല്ലാം നമ്മുടെ ബൂസ്റ്റിംഗ് മീഡിയ ആണെങ്കിൽ നമുക്ക് തന്നെ പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ ഉണ്ട്, ബ്ലൂ ഫണൽ എന്ന് പറഞ്ഞാൽ, അത് നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാം. റൈറ്റ്. പിന്നെ ഇനി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പം നമുക്ക് വാട്സാപ്പ് ഓട്ടോമേഷൻ നമ്മുടെ ചില CRM ആയിട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് ലാൻഡിങ് പേജസ് വേണമെങ്കിൽ നമ്മുടെ CRM വെച്ച് തന്നെ ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് കലണ്ടർ ബുക്കിംഗ് ഉണ്ടെങ്കിൽ നമ്മുടെ കലണ്ടറുമായിട്ട് സിങ്ക് ചെയ്യാൻ പറ്റും സെയിൽസ് ടീമിന്. അങ്ങനത്തെ എല്ലാ, പിന്നെ നമുക്ക് ഡാഷ്ബോർഡും കാണാൻ പറ്റും. ഇത്ര ലീഡ്സ് വന്നിട്ടുണ്ട്, അതിൽ ഇത്രയും ലീഡ്സാണ് പൊട്ടൻഷ്യൽ, അതിൽ ഇത്രയും ലീഡ്സ് കൺവേർട്ട് ചെയ്തു, ഇത്രയും 2% കൺവേർഷൻ റേറ്റിലാണ് ഇപ്പോൾ ഓടുന്നത്. അതും എല്ലാം നമുക്ക് ഒറ്റ ഡാഷ്ബോർഡിലും മിക്ക CRM ടൂൾസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് CRM എന്ന് പറഞ്ഞൊരു സംഭവം കേരളത്തിലോട്ട് ഇതുമായിട്ടും ഒരു മേ ബി ഒരു 100 നല്ല ബിസിനസ്സുകളുണ്ടെങ്കിൽ ഒരു 10 ബിസിനസ്സേ CRM ഉപയോഗിക്കുന്നുള്ളൂ. പക്ഷേ CRM ഉപയോഗിക്കുന്നവർക്ക് അനവധി ബെനിഫിറ്റ്സ് ആണ്. ലൈക്ക് ഒരു സെയിൽസ് ആൾ പോയിട്ട് വേറെ ആൾ വരുമ്പോൾ തന്നെ വലിയൊരു ഉപകാരം അതിന് വരും. റൈറ്റ്. ഇപ്പം മുമ്പത്തെ സെയിൽസ് ആളുടെ മൊബൈലിലാണ് ഫുൾ നമ്പറെങ്കിൽ, അല്ലെങ്കിൽ അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഇമെയിലിൻ്റെ അകത്താണ് ഫുൾ നമ്പറെങ്കിൽ ഭയങ്കര പാടാണ് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട്. നമ്മൾ CRMലെല്ലാം അപ്ഡേറ്റ് ചെയ്യുന്നത് മാൻഡേറ്ററി ആണെങ്കിൽ ഒരാൾ പോയി വേറെ ആൾ വരുമ്പം എല്ലാ ഡേറ്റയും എല്ലാ കസ്റ്റമറിൻ്റെ ഹിസ്റ്ററിയും അവർ ഏത് സ്റ്റേജിലാണ് നിൽക്കുന്നതെന്ന് എല്ലാം പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനത്തെ ഒത്തിരി ബെനിഫിറ്റ്സ് CRMനുണ്ട്. അപ്പം നിങ്ങൾക്ക് CRM എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ നമ്മുടെ തന്നെ CRM ഉണ്ട്, ബ്ലൂ ഫണൽ, അല്ലെങ്കിൽ സോഹോ ഉപയോഗിക്കാം, അല്ലെങ്കിൽ പ്രിവ്യർ എന്ന് പറഞ്ഞ CRM ഉണ്ട്. അങ്ങനത്തെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അതിൻ്റെ എല്ലാത്തിനും ലിങ്ക് താഴെ കൊടുക്കാം. സോ ഇതൊരു എനിക്ക് ഭയങ്കരമായിട്ട് സംസാരിക്കേണ്ട ഒരു ടോപ്പിക്കായിട്ട് തോന്നിയായിരുന്നു. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ആഡ് റൺ ചെയ്യുക മാത്രമല്ല, ഈ കാര്യങ്ങളും തീർച്ചയായിട്ടും പഠിക്കണം. സോ അപ്പം ഇത് നമ്മുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അക്കാഡമി ആയിട്ടുള്ള ബ്ലൂസ്റ്റിക് അക്കാഡമിയിലും നമ്മുടെ ഒരു മോഡ്യൂളാണ് ഇൻട്രൊഡക്ഷൻ ടു CRM എന്ന്. അപ്പോൾ അതിന് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കൊടുത്തിരിക്കുന്ന നമ്മുടെ വെബ്സൈറ്റിൽ വിസിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അടുത്ത ബാച്ചിൽ ജോയിൻ ചെയ്യാം. ബൈ.